കടലാസിലേക്ക് നമ്മളിങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ പാറിപ്പോവും. അതേപോലെ നമ്മളിതിങ്ങനെ ചെറുങ്ങനെ ചുരുട്ടി എറിയുകയാണെങ്കിൽ ഒരു ലെവലിൽ പോകും. അതായത് നമ്മളിത് നന്നായിട്ട് ചുരുട്ടി ചുരുട്ടി ഇതൊരു ബോള് പോലെ ഒരു നല്ല ടൈറ്റ് ആക്കി നമ്മൾ എറിയുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത സ്ഥലത്ത് ഇത് നമുക്ക് എറിഞ്ഞ് പൊളിക്കാൻ പറ്റൂലേ. നമ്മുടെ ലൈഫ് ഇതുപോലെ കേട്ടോ. നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്കൊരു ഒരു ഡ്രീം ഉണ്ടാവും, ഒരു ആഗ്രഹം ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ വലിയ ഡ്രീമും കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെയാ കടലാസ് ഇങ്ങനെ എറിയും പോലെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ ഈ ഭയങ്കരമായിട്ട് നമ്മൾ അതിനെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതിനെ പറ്റി പഠിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ പ്ലാൻ ക്ലിയർ ചെയ്ത് നമ്മൾ അങ്ങനെ പോവാതെ ഈ കടലാസ് പാറുന്ന പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഡ്രീമിലെത്താൻ. പക്ഷേ അതിന് ഞാൻ എത്രത്തോളം ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെ. എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഡ്രീം ഉണ്ട് പക്ഷെ എൻ്റെ ഡ്രീം എനിക്ക് ഗോളൊന്നും അച്ചീവ് ചെയ്യാനേ പറ്റുന്നില്ല, ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന വഴി അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന പ്ലാനുകൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എത്ര മാത്രം എന്ന് വെച്ചാൽ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി കടലാസ് ഈ ഒരു രീതിയിലാക്കി എറിയുമ്പോഴാണ് ആ ഫോക്കസ് ചെയ്ത സ്ഥലത്ത് എത്തുക. അപ്പൊ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടി ഇതുപോലെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ.